അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിങ്ങളെ, MP ടോക്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നാം നേരം പുലർന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ്. വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും ഒരുപാട് കുടുംബങ്ങൾ അതിൽ ഒലിച്ചു പോവുകയും പലരും മരിച്ച് അവരുടെ മയ്യത്തുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് നമ്മളിപ്പോഴും കേൾക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഈ ലോകം തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മിലും അത് എപ്പോഴും സംഭവിക്കാം. പല ദുരന്തങ്ങൾക്കും നമ്മളൊക്കെ പാത്രീഭൂതരായി വന്നേക്കാം. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ദുരന്തങ്ങളൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാവണം. മനുഷ്യർ പരസ്പരം സന്തോഷിച്ച് സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ്. ആ ജീവിതത്തിനിടയിൽ എപ്പോഴും മരണം നമ്മെ മാടി വിളിക്കാം. ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കായിരിക്കാം ഒക്കെ പോകുന്നത്. നമ്മൾ മരിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിനിടയിൽ ഒന്നും ഒരാളോടും ഒരു വെറുപ്പും മനസ്സിലില്ലാതെ എല്ലാം പരസ്പരം പൊരുത്തപ്പെടിയിച്ച് സന്തോഷത്തോടു കൂടി മനുഷ്യരോടുള്ള എല്ലാ ഇടപാടുകളൊക്കെ തീർത്തു മരിക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മയൊക്കെ സൃഷ്ടിച്ചയച്ച അള്ളാഹുവിനോട് നമ്മൾ സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ ദുആയാണ് നമുക്കൊക്കെ ആ സന്തോഷകരമായ മരണത്തിന് കാരണമാവുക. എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മിൽ നിന്ന് ഇന്നലെ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ എന്തുമാത്രം വലിയ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഇന്നലെ കിടന്നുറങ്ങിയത്. നാളെ നേരം വെളുത്ത് വിരുന്നു പോകാൻ ആഗ്രഹിച്ചവരുണ്ടാവും. മദ്രസകളിലും സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ കുട്ടികളെ ഒരുക്കാൻ ഉദ്ദേശിച്ച ഉമ്മമാർ, പോകാൻ ഉദ്ദേശിച്ച കുട്ടികൾ, അതുപോലെ തന്നെ സന്തോഷിക്കാൻ വേണ്ടി പലതും നല്ല ഭക്ഷണം നാളെ മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ കുടുംബത്തിന് നല്ല ഒരു ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചവരൊക്കെ ഉണ്ടാവാം. അവരിൽ ഇന്ന് പലരും മണ്ണിനടിയിലാണ്, എത്രയോ ആഴങ്ങളിലാണ്. പലരും വെള്ളത്തിലൂടെ എവിടെയോ ഏതോ നാട്ടിലെത്തിയിട്ടുണ്ടാവാം. പലരുടെ മയ്യത്തുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ സ്ലാബിനടിയിലൊക്കെ കുടുങ്ങി ഇപ്പോഴും ജീവൻ്റെ തുടിപ്പ് ബാക്കിയായി ആർത്ത് വിളിക്കുന്നവരുണ്ടാവാം. അല്ലാഹു അവരെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ ഷുഹദാഇൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ടൊക്കെ നമ്മെ പിടിച്ചേക്കാം. നമുക്കൊരു ചെറിയ മാറ്റം വരുത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിലൊന്നും അകപ്പെടാത്തവർ നമ്മളൊക്കെ രക്ഷപ്പെട്ടവരാണെന്ന് കരുതേണ്ടതില്ല. എപ്പോഴും നമ്മളെ തേടിയും വരാം നല്ല ജീവിതം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് മനുഷ്യരോടുള്ള ഹക്കുകളൊക്കെ വീട്ടി പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളോടും വെറുപ്പില്ലാതെ, ഒന്നും വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹമില്ലാതെ, എത്ര വെട്ടിപ്പിടിച്ചതും ആ ഒലിച്ചു പോകുന്നതിൽ നമ്മളോടൊപ്പം ഒലിച്ചു പോകും. അപ്പോൾ അനർഹമായി ഒന്നും നേടാനുള്ള ഒരു ചിന്ത നമ്മളെ കൽബിലൊന്നും ഉണ്ടാവരുത്. അനർഹമായി നേടിയത് കൊണ്ടൊന്നും നമുക്കൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും നമ്മിൽ നിന്ന് നമ്മളെ ഓർമ്മ നിൽക്കുക തന്നെ അതിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ കൊണ്ടു നടക്കുമ്പോൾ അത് വലിയ ഭാരമായി നമ്മളെ പിന്തുടരുന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മളെ കൽബിലുണ്ടാവണം. അള്ളാഹു നമ്മയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ. പ്രകൃതി ദുരന്തങ്ങൾ നമ്മളിൽ ഇനിയുള്ള ശിഷ്ടജീവിതം അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ജീവിക്കാനുള്ള ഒരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ടു പോയ, അവിടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ചെറിയ ജീവിതത്തിനിടയിൽ ചെയ്തു കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേർന്ന് അവർക്ക് സമാധാനം കൊടുത്താൽ നാം പ്രയാസപ്പെടുന്നൊരു കാലം ദുനിയാവിൽ നിന്നാവാം, ആഖിറത്തിൽ നിന്നാവാം, അവിടേക്ക് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും നീക്കിത്തരും എന്ന വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും.